കാസർഗോഡ് നീലേശ്വരം നാരാംകുളങ്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 4 ചെമ്പ് ഭണ്ഡാരങ്ങളും ഒരു സ്റ്റീൽ ഭണ്ഡാരവും പണവും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഞായറാഴ്ച പുലർച്ചെ 3:30നും 4:00നും ഇടയിലാണ് കവർച്ച നടന്നത്. കള്ളന്മാരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നാരാംകുളങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. CCTVയിൽ ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തവുമാണ്. മാത്രവുമല്ല, പരിസര പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള മോഷണശ്രമവും നടന്നിട്ടില്ല എന്നതും ക്ഷേത്രം ലക്ഷ്യമാക്കി തന്നെയാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 3:30നും 4:00നും ഇടയിലാണ് മോഷ്ടാക്കൾ ക്ഷേത്രത്തിന്റെ മുൻവാതിൽ തകർത്ത് അകത്തു കടന്നത്. 4 ചെമ്പ് ഭണ്ഡാരങ്ങളും ഒരു സ്റ്റീൽ ഭണ്ഡാരവും തകർത്ത് അതിലെ പണവും കവർന്നിട്ടുണ്ട്. പണമായി മാത്രം 30,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് ക്ഷേത്രാധികൃതർ നൽകുന്ന സൂചന. ഇത് പുറത്തോട്ട് ഭണ്ഡാരം പൊളിച്ചു, കൂട്ടമില്ലാതെ അതിങ്ങനെ അടച്ചു വെക്കലേക്കും. രണ്ടാമത് ഉള്ളിക്കയറിയിട്ടാകുമ്പോൾ 5 ഭണ്ഡാരം അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടു. ഭണ്ഡാരം അടക്കം എടുത്തിട്ട് പോയതാണ്. ഭണ്ഡാരം പൊളിച്ചതൊന്നുമില്ല. ഇത് കൂട്ട് വാതിലിൻ്റെ ലോക്കലിന് മുറിച്ചിട്ട് കൊണ്ടുപോയതാണ്. മോഷണത്തിന് ശേഷം പ്രതികൾ റെയിൽവേ ട്രാക്ക് വഴി രക്ഷപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ വീടുകളിലൊന്നും മോഷണ ശ്രമം നടന്നിട്ടില്ല. ഇലക്ഷൻ കമ്മിറ്റിയുടെയോ സമീപത്തെ സ്ഥാപനങ്ങളുടെയോ CCTV ദൃശ്യങ്ങളിൽ പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെ പിടികൂടുന്നതിനായി പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. രാത്രി തന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലും പോലീസ് വിവരങ്ങൾ കൈമാറി. പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കാസർഗോഡ്.